ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഹൗ ടു ഫിൽ കോംബോ ബോക്സ് ഇൻ യൂസർ ഫോറം. അതായത് കോംബോ ബോക്സ് എങ്ങനെ ഫില്ല് ചെയ്യാം യൂസർ ഫോറം വഴി. അതിനായി ആദ്യമായി ഡെവലപ്പർ ടാബ്, വിഷ്വൽ ബേസിക്, ഇൻസേർട്ട്, യൂസർ ഫോറം. ഇവിടെ യൂസർ ഫോറം വന്നു. ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. പ്രോപ്പർട്ടി വിൻഡോയിൽ ബാക്ക് കളർന്ന വൈറ്റ് കൊടുക്കുക. ഫോണ്ട് ഒരു 14 ആയിക്കോട്ടെ, കാരണം വലുതല്ലേ. അതിനുശേഷം താഴെ ടൂൾ ബോക്സ് കോംബോ ബോക്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ പോയിട്ട് ബോർഡർ സിംഗിൾ ആയിക്കോട്ടെ. ഓക്കെ, വേറെ കാര്യമൊന്നും ചെയ്യാനില്ല. ക്ലിക്ക്. ഇതിൽ നമുക്ക് ഡാറ്റ ഫില്ല് ചെയ്യണം. ഈ വീഡിയോയിൽ ഞാൻ വർക്ക് ഷീറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ എങ്ങനെ ഡാറ്റ ഫില്ല് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിൽ ഒരുപാട് വീഡിയോ ഇതിൽ ചെയ്യാനുണ്ട്. കോംബോ ബോക്സ് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള സാധനം ഇത്. ഡബിൾ ക്ലിക്ക്, ഇനീഷ്യലൈസ്, me.combobox1 .add item double code JAN. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള വഴിയാണ് ഞാൻ കോംബോ ബോക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, എത്രയും നമുക്ക് ഉപയോഗിക്കാം. എത്രയും ഡേറ്റ് ക്ലിക്ക് റൺ അടിക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇനി അടുത്ത രീതി, ഈ കോഡ് നമുക്ക് ഫ്രീസ് ചെയ്യുക. ബാക്ക് കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീസായി. ഇപ്പം ഈ കോഡിന് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്ത രീതി എന്നാ me.combobox1 .list equal array double quote bracket open double quote JAN double quote and comma FEB double quote comma EMAR double quote code double quote മാറുന്നു, comma APR comma. എത്രയും ഉപയോഗിക്കുക. ഞാൻ ഇവിടെ സാമ്പിളിന് എത്ര ഉപയോഗിക്കുന്നുള്ളൂ. റണ്ണടിക്കുക. അറക്ക് ARREAY. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മാർച്ച്. ഇതൊരു മറ്റൊരു രീതി. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യുക. ലൂപ്പിൽ കൂടി എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. for I equal 1 to 12 me.combobox1 .add item month name I next I. ഇത് റണ്ണടിക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇതിപ്പം ലൂപ്പ് വഴിയായിട്ട് നമ്മൾ ഡാറ്റ ഫില്ല് ചെയ്തത്. ഇനി ഒരു മെത്തേഡും കൂടി 1 to 7
dot add item format I DDD 4D അതായത് ഡേ ഫോർമാറ്റിൽ കണ്ണടിക്കുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ 1 to 7. വെഡ്നെസ്ഡേ. ഓക്കെ. ഇനി ഇതിൽ നമുക്കൊന്ന് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ബോക്സ് ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് കോംബോ ബോക്സിലാണ്. കോംബോ ബോക്സ് പ്രൊസീഡർ ചേഞ്ച് me dot text box 1 equal me dot combo box 1. ഓക്കെ, ഇത്രയേ ഉള്ളൂ കോഡിങ്. റണ്ണടിക്കുക. സൺഡേ, ഇവിടെ സൺഡേ വന്നു. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ, സൺഡേ. ഒരു കോഡും കൂടി. combo box and me dot combo box 1 dot list index zero. നമുക്കൊരു ഇടയ്ക്ക് സ്പേസ് കൊടുക്കുക. അതിന് ശേഷം ഡബിൾ കോഡ് ആൻഡ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സൺഡേക്ക് 0. അതായത് കോംബോ ബോക്സ്, ലിസ്റ്റ് ബോക്സ് മുതലായവയ്ക്കെല്ലാം റോ എണ്ണുന്നത് 0 മുതലാണ്, 1 മുതലല്ല. കോളായിക്കോട്ടെ, കോളം 0, പിന്നെ 1, 2, 3, 4, 5. ഇനി റോ ആയിക്കോട്ടെ 0, 1, 2, 3. ഇപ്പോൾ 0, സൺഡേ 0, മൺഡേ 1, ലിസ്റ്റ് ഇൻഡെക്സ് ട്യൂസ്ഡേ 2, വെഡ്നെസ്ഡേ 3. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ഇതിന് +1 കൊടുക്കേണ്ടി വരും. സൺഡേ 1 വേണ്ടത്. ലിസ്റ്റ് ഇൻഡെക്സ് +1. ഇനിയിപ്പോൾ നോക്ക്, സൺഡേ 1 മൺഡേ 2, ട്യൂസ്ഡേ 3, 4, 5, 6, 7. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈൻറ്റോ വല്ല ഫാൾട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.